ഇതാണ് പിങ്ക് ബനാന. ഇതിൻ്റെ ജന്മദേശം ഈസ്റ്റേൺ ഹിമാലയവും ആസാമും ഒക്കെയാണ്. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ നാട്ടിലെ വാഴ കുലയ്ക്കുന്നത് പോലെയല്ല, ഇത് മുകളിലേക്കാണ് കുലച്ച് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇത് മുകളിലേക്കാണ് കുലച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് പാകമാകുമ്പോഴേക്കും ഈ വാഴപ്പഴം പൂ പോലെ പൊട്ടി വിടരും. അപ്പോഴാണ് ഇത് കഴിക്കാൻ പറ്റുന്നത്. ഈ ഒരു 2 വാഴക്കുലയും കഴിക്കാൻ പാകമായി വരുന്നതേ ഉള്ളൂ. ഇതിൽ ഒരു വാഴക്കുല മാത്രമാണ് പാകമായിട്ടുള്ളത്. അത് കിളികളൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളിതൊന്ന് വെട്ടിയെടുക്കുകയാണ്, ഇതിന് ഉൾവശം ഒന്ന് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാഴപ്പഴം നമ്മൾ പതുക്കെ ഒന്ന് മുറിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് നിറച്ചും കുരുവാണ് കേട്ടോ. ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വാഴപ്പഴമാണിത്. പക്ഷേ നമുക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, നിറച്ച് കുരുവുണ്ട്. എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ വാഴപ്പഴം പോലെയല്ല. അപ്പോൾ അത് നിറച്ച് കുരുവുള്ളത് കൊണ്ട് നമ്മൾ കിളികൾക്ക് തന്നെ അത് കെട്ടി വെച്ച് കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളിവിടെയാണ് കിളികൾക്ക് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കെട്ടി വെച്ച് കൊടുത്തത്. പക്ഷേ കിളികളാരും ആ ഒരു വാഴക്കുലയിൽ തൊട്ടതേ ഇല്ല കേട്ടോ. നമ്മൾ കൊടുത്ത ആഹാരമാണ് അവർ കഴിച്ചത്. ഇതിൽ അണ്ണാനാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ കാടിനുള്ളിൽ കിടന്നപ്പോഴും അവൻ തന്നെയായിരിക്കും കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ.